ക്രോമോട്ടോഗ്രാഫിക് ടെക്നിക്സ്. വളരെ ഒരു വൈഡ് സിലബസ് ആണ് ക്രോമോട്ടോഗ്രാഫിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും ലളിതമായിട്ട് ആ ക്രോമോട്ടോഗ്രാഫിക് ടെക്നിക്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായി എന്താണ് ക്രോമോട്ടോഗ്രാഫി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്രോമോട്ടോഗ്രാഫിയുടെ ഒരു ഹിസ്റ്ററി, എങ്ങനെയാണ് ഈ ക്രോമോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറയുകയാണ്. മിഖെയിൽ സ്വെറ്റ് എന്ന് പറയുന്ന ഒരു റഷ്യൻ ബൊട്ടാണിസ്റ്റാണ് ആദ്യമായിട്ട് ക്രോമോട്ടോഗ്രാഫി എന്ന് പറയുന്ന ടെക്നിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മറക്കണ്ട, മിഖെയിൽ സ്വെറ്റ്. ഓക്കെ, അപ്പം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്വെറ്റ് എന്ന് മാത്രം കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ഓൾസോ റൈറ്റ്, മിഖെയിൽ സ്വെറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്വെറ്റ് എന്ന് കണ്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്രോമോട്ടോഗ്രാഫി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 1990 റേഞ്ചിൽ, 1900 1910 ആ ഒരു റേഞ്ചിലാണ് ക്രോമോട്ടോഗ്രാഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് റഷ്യൻ ബൊട്ടണിസ്റ്റ് ആയിട്ടുള്ള മിഖെയിൽ സ്വെറ്റാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. സ്വെറ്റ് യൂസ്ഡ് ക്രോമോട്ടോഗ്രാഫി ടു സെപ്പറേറ്റ് പ്ലാന്റ് പിഗ്മെൻറ്റ്സ്. എന്താണ് സ്വെറ്റ് എന്ത് ചെയ്തു? പ്ലാന്റ്സിൻ്റെ പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്രോമോട്ടോഗ്രാഫിയെ കൊണ്ടുവരുന്നത്. ഓക്കെ, കളർഫുൾ സെപ്പറേഷൻ ഓഫ് പ്ലാന്റ് പിഗ്മെൻറ്റ്സ് വാസ് ഡൺ യൂസിങ് എ കോളം ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അതായത് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ചോക്ക്. ഒരു കോളം കാൽഷ്യം കാർബണേറ്റിനകത്താണ് ഈ പ്ലാന്റ് പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ കളർഫുള്ളായിട്ട് ആ പ്ലാന്റ് പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വളരെ കളർഫുള്ളായിട്ടായിരുന്നു അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ദ ന്യൂ ടെക്നിക് വാസ് കോൾഡ് ക്രോമോട്ടോഗ്രാഫി. അതിന് അദ്ദേഹം എന്ത് പേരിട്ടു? കളർഫുൾ ആയതുകൊണ്ട് ക്രോമാറ്റോഗ്രാഫി എന്ന് പേരിട്ടു. കാരണം ദ റിസൾട്ട് ഓഫ് അനാലിസിസ് വാസ് റിട്ടൺ ഇൻ കളർ. ക്രോമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കളർന്ന. ക്രോമാറ്റോഗ്രാഫിയുടെ ക്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കളർ. ക്രോമ എന്ന് പറഞ്ഞാൽ കളറാണ്. ദെൻ ഗ്രഫി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ്. അപ്പം അദ്ദേഹം ചെയ്ത ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് എന്താണ്? കളറിൽ തന്നെയായിരുന്നു റിട്ടേൺ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ടെക്നിക്കിന് എന്ത് പേര് വിളിച്ചു? ക്രോമാറ്റോഗ്രാഫി എന്ന് പേര് വിളിച്ചു. എന്ത് പേര് വിളിച്ചു? ക്രോമാറ്റോഗ്രാഫി. ഓക്കെ, അപ്പോൾ എന്താണ് ക്രോമാറ്റോഗ്രാഫി എന്നറിയണ്ടേ? യെസ്, ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയാം, ഇറ്റ് ഈസ് എ ടെക്നിക്സ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദ കമ്പോണൻറ്റ്സ് ഓഫ് എ മിക്സ്ചർ. അതായത് ഒരു മിക്സ്ചറിൽ ഒരുപാട് കമ്പോണൻറ്റ്സ് ഉണ്ടാവും. ആ കമ്പോണൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്? ക്രോമാറ്റോഗ്രാഫി. മനസ്സിലായോ? നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയുടെ പുസ്തകത്തിൽ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, സെപ്പറേഷൻ ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ ടെക്നിക്സ്, ദെൻ സെപ്പറേറ്റിംഗ് ഫണൽ. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ടെക്നിക്കായിരുന്നു ക്രോമാറ്റോഗ്രാഫി. എന്നാൽ ആ 8ാം ക്ലാസ്സിൽ ക്രോമാറ്റോഗ്രാഫി ജസ്റ്റ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളൊരു 3 or 4 ലൈൻസ് ഉള്ളൂ. ആ ക്രോമാറ്റോഗ്രാഫി വളരെ വിശദമായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. എന്നാൽ ആൾ വെറും നിസ്സാരക്കാരനാണ്, എന്നാൽ വളരെ വൈഡായിട്ട് സിലബസിൽ തോന്നും, പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാം. ക്രോമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കളർ റിട്ടൺ അല്ലെങ്കിൽ റിട്ടൺ ഇൻ കളർ. ഓക്കെ, ക്രോമ മീൻസ് കളർ, ഗ്രാഫി മീൻസ് റിട്ടൺ. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ക്രോമാറ്റോഗ്രാഫി. ക്രോമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു മിക്സ്ചറിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം. വർക്ക്സ് ബൈ allowing the molecules present in the mixture to distribute themselves between a stationary and a mobile medium. The molecules that spend most of their time in the mobile phase are carried along faster. പേടിക്കണ്ട, സിമ്പിൾ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ക്രോമാറ്റോഗ്രാഫി എന്ന് കേൾക്കുമ്പോഴേ ഓർത്ത് വച്ചിരിക്കുക, 2 കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഒന്ന്, ഒരു സ്റ്റേഷനറി ഫേസ്. 2, ഒരു മൊബൈൽ ഫേസ്. ക്രോമാറ്റോഗ്രാഫി എന്ന് കേൾക്കുമ്പോഴേ ഏത് ക്രോമാറ്റോഗ്രാഫി ആണെങ്കിലും 2 ഫേസ് ഉണ്ട്. ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ട്, ഒരു മൊബൈൽ ഫേസ് ഉണ്ട്.
സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യത്തില്ല, സ്റ്റേഷനായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫേസാണ്. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേസാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേഷനറി ഫേസിലും ഈ മൊബൈൽ ഫേസിനും ഇടയിൽ ഈ കമ്പോണൻസിന് സെപ്പറേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ കമ്പോണൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൊബൈൽ ഫേസ് എന്ന് തൊട്ട് മുമ്പ് പറഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന്. സോ മോളിക്യൂൾസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദെയർ സ്പെൻഡ് ടൈം ഇൻ ദി മൊബൈൽ ഫേസ് ആർ ക്യാരിഡ് അലോങ് ഫാസ്റ്റർ. എന്താ, മൊബൈൽ ഫേസിനോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അവർ പെട്ടെന്ന് മൂവ് ചെയ്ത് അങ്ങ് പോകും. സ്റ്റേഷനറി ഫേസിനോടാണെങ്കിലോ അവർ പെട്ടെന്ന് മൂവ് ചെയ്യത്തില്ല. ഓക്കെ, ഇങ്ങനെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത് ക്രോമറ്റോഗ്രാഫി. ജനറലി ഉള്ള പ്രിൻസിപ്പിളാണ്. ഓരോ ക്രോമറ്റോഗ്രാഫിക്കും ബേസിസ് ഓഫ് ഓരോരോ ഇൻസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ജനറൽ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ഫേസ് ഉണ്ട്, മൊബൈൽ ഫേസ് ഉണ്ട്. മൊബൈൽ ഫേസിനോട് കൂടുതൽ താല്പര്യമുള്ള കമ്പോണൻറ്റ് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യും. സ്റ്റേഷനറി ഫേസിലുള്ളവരോ കുറച്ച് ഫാസ്റ്റ് കുറവായിരിക്കും. അങ്ങനെ അതിനകത്ത് കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്രോമറ്റോഗ്രാഫി. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രോമറ്റോഗ്രാഫി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് കൊണ്ടുവന്നതാരാണ്? മിഖെയിൽ സ്വെറ്റ് ആണ് 1906. ഓക്കെ, യെസ്. പ്ലാന്റ് പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്വെറ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അത് കളർഫുള്ളായിട്ടുള്ള റിസൾട്ട് തന്നു. ദാറ്റ്സ് വൈ ഹീ കോൾഡ് ആസ് ക്രോമറ്റോഗ്രാഫി. അതിനെ എന്ത് വിളിച്ചു? ക്രോമറ്റോഗ്രാഫി എന്ന് വിളിച്ചു. ഓക്കെ, നോക്കാം ഇനി ഇതിനെ കമ്പോണൻസ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു കുറച്ച് കമ്പോണൻസ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്പർ 1 മൊബൈൽ ഫേസ്. ഒന്നെന്താണ്? മൊബൈൽ ഫേസ്, എ സോൾവെൻറ്റ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി സപ്പോർട്ടിംഗ് മീഡിയം. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് മീഡിയത്തിലൂടെ ഫ്ലോ ചെയ്യുവാൻ കഴിവുള്ള സോൾവെൻറ്റ്. സപ്പോർട്ടിംഗ് മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഫേസ് ആണ്. ഒരു സോളിഡ് സപ്പോർട്ടിംഗ് മീഡിയം, സപ്പോർട്ട് ചെയ്യുന്ന ഒരു മീഡിയമാണ്. ആ സപ്പോർട്ടിംഗ് മീഡിയത്തിലൂടെ മൂവ് ചെയ്യുവാൻ കഴിവുള്ള സോൾവെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? മൊബൈൽ ഫേസ്. ഓക്കെ, സ്റ്റേഷനറി ഫേസ് എന്താണ്? എ ലെയർ ഓർ കോട്ടിംഗ് ഓൺ ദി സപ്പോർട്ടിംഗ് മീഡിയം ദാറ്റ് ഇൻറ്ററാക്ട്സ് വിത്ത് ദി അനലൈസ്. അപ്പം സപ്പോർട്ടിംഗ് മീഡിയം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കൂ, ഇതൊരു സപ്പോർട്ടിംഗ് മീഡിയം ആണ്. സപ്പോസ് ഇതൊരു സപ്പോർട്ടിംഗ് മീഡിയം ആണെന്ന് വിചാരിക്കും. ഒരു സോളിഡ് ആയിട്ടുള്ള സർഫസ് സപ്പോർട്ടിംഗ് മീഡിയം. അപ്പോൾ എന്താണ് സപ്പോർട്ടിംഗ് മീഡിയം? എ സോളിഡ് സർഫസ് on which the stationary phase is bound or caught. അപ്പോൾ സപ്പോർട്ടിംഗ് മീഡിയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഒരു സോളിഡ് സർഫസ് ആണ്. ഓക്കെ, ഈ സോളിഡ് സർഫസിൽ നമ്മുടെ സ്റ്റേഷനറി ഫേസിനെ എന്ത് ചെയ്യും? അങ്ങ് കോട്ട് ചെയ്യും. ഏതാണ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് എടുക്കാൻ യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ സിലിക്ക ജെൽ, സെല്ലുലോസ്, ഇതൊക്കെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് പല ക്രോമറ്റോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സിലിക്ക ജെൽ ഒരു സ്റ്റേഷനറി ഫേസ് ആണ്. സിലിക്ക ജെല്ലിനെ ഒരു സ്റ്റേഷനറി ഫേസിനെ എടുത്തിട്ട് ഈ സപ്പോർട്ടിംഗ് മീഡിയത്തിൽ അങ്ങ് കോട്ട് ചെയ്യും. പെയിൻ്റ് അടിക്കുന്ന പോലെ എന്ത് ചെയ്യും? കോട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റേഷനറി ഫേസ് ആൻഡ് സപ്പോർട്ടിംഗ് മീഡിയം. ഇനി ആ സപ്പോർട്ടിംഗ് മീഡിയത്തിലൂടെ ഒഴുകുവാൻ, മുകളിലൂടെ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യുവാൻ കഴിവുള്ള സോൾവെൻ്റ് ആണ് അവിടെ എന്ത് വിളിക്കുന്നത്? മൊബൈൽ ഫേസ് എന്ന് വിളിക്കുന്നത്. 3 കമ്പോണൻസ് മനസ്സിലായോ? മൊബൈൽ ഫേസ്, സ്റ്റേഷനറി ഫേസ് ആൻഡ് സപ്പോർട്ടിംഗ് മീഡിയം. സപ്പോർട്ടിംഗ് മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സർഫസ്. ആ സോളിഡ് സർഫസിനെ കോട്ട് ചെയ്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ അതിൻ്റെ തിൻ ലെയറാണ് സ്റ്റേഷനറി ഫേസ്. അതിലൂടെ ഒഴുകുവാൻ കഴിവുള്ള സോൾവെൻ്റ് ആണ് മൊബൈൽ ഫേസ്. 3 കമ്പോണൻസ് ക്ലിയർ ആണല്ലോ? കഴിഞ്ഞിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കമ്പോണൻസ് പരിചയപ്പെട്ടു, മൊബൈൽ ഫേസ്, സ്റ്റേഷനറി ഫേസ് ആൻഡ് സപ്പോർട്ടിംഗ് മീഡിയം. ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ്. നമ്പർ 1 അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ അറിയാവുന്ന കാര്യം. ഇൻറ്ററാക്ഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് വിത്ത് ദി സർഫസ് ഓഫ് ദി സ്റ്റേഷനറി ഫേസ്. എന്താണ്? സ്റ്റേഷനറി ഫേസിൻ്റെ സർഫസിൽ എന്താ അഡ്സോർബ് ചെയ്യാതിരിക്കുവാനുള്ള ആ ഇൻ്ററാക്ഷനാണ് എന്ത് വിളിക്കുന്നത്? അഡ്സോർപ്ഷൻ എന്ന്. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, അഡ്ഹിയറിങ് കപ്പാസിറ്റി, അഡ്സോർബ് ചെയ്തിരിക്കാനുള്ള ആ ഇൻ്ററാക്ഷൻ ഓഫ് സൊല്യൂട്ട്. ഓക്കെ, അതാണ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എല്ലുവെൻറ്റ്. എല്ലുവെൻറ്റ് മൊബൈൽ ഫേസിൻ്റെ മറ്റൊരു പേരാണ് എല്ലുവെൻറ്റ്. സംടൈംസ് ക്വസ്റ്റ്യനിൽ വിച്ച് ഈസ് ദ എല്ലുവെൻറ്റ് ഇൻ ദാറ്റ് ക്രോമറ്റോഗ്രാഫി എന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കരുത്, അയ്യോ ഞങ്ങളെ മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, എല്ലുവെൻറ്റ് പഠിപ്പിച്ചിട്ടില്ല.
അതല്ല, മൊബൈൽ ഫേസിൻ്റെ മറ്റൊരു ടേമാണ് എന്ത്? എലുവൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതാണ് എലുവൻറ്റ് അല്ലെങ്കിൽ ഏതാണ് എലുവൻറ്റ് എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചിരിക്കുക, ഏതാണ് മൊബൈൽ ഫേസ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എലുവൻറ്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫേസിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേര്. ദെൻ എല്യൂഷൻ. എല്യൂഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് ദി മൊബൈൽ ഫേസ് ത്രൂ ദി സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസിലൂടെ മൂവ് ചെയ്യുവാൻ കഴിവുള്ളവരാണ് മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞു. ആ മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? എല്യൂഷൻ. സ്റ്റേഷനറി ഫേസിലൂടെ മൂവ് ചെയ്യുവാൻ കഴിവുള്ളവരാണ് മൊബൈൽ ഫേസ്. ആ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ മോഷനെ വിളിക്കുന്ന പേരാണ് എല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് എല്യൂഷൻ ടൈം. എല്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ ടൈം ടേക്കൺ ഫോർ എ സൊല്യൂട്ട് ടു പാസ് ത്രൂ ദി സിസ്റ്റം. എ സൊല്യൂട്ട് വിത്ത് short elution time travels through the stationary phase rapidly, that is elutes fast. That means ഇത്രയേ ഉള്ളൂ. എല്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷനറി ഫേസിലൂടെ മൊബൈൽ ഫേസിന് മൂവ് ചെയ്ത് കഴിഞ്ഞു പോകുവാനുള്ള ടൈം. ഓർത്ത് വെക്കണേ, സ്റ്റേഷനറി ഫേസിലൂടെ മൊബൈൽ ഫേസിന് മൂവ് ചെയ്യുവാൻ എടുക്കുന്ന ടൈം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എല്യൂഷൻ ടൈം കുറവാണ്, എല്യൂഷൻ ടൈം കുറവാണ് എന്ന് വിചാരിക്കാം. എല്യൂഷൻ ടൈം കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. എല്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ കുറവ്, ചിലപ്പോൾ 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 സെക്കൻഡിനുള്ളിൽ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്യൂഷൻ ടൈം കൂടുതലാണെങ്കിലോ? എല്യൂഷൻ ടൈം കൂടുതൽ, ഇപ്പോൾ 5 സെക്കൻഡ് ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇപ്പം 10 സെക്കൻഡ് ആണെന്ന് വിചാരിച്ചോ, എല്യൂഷൻ ടൈം കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇച്ചിരി സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് 10 സെക്കൻഡിനുള്ളിൽ എല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പം വിത്ത് എ ഷോർട്ട് എല്യൂഷൻ ടൈം ട്രാവൽസ് ത്രൂ ദി സ്റ്റേഷനറി ഫേസ് റാപ്പിഡ്ലി. എല്യൂഷൻ ടൈം കുറവാണെങ്കിൽ വളരെ റാപ്പിഡായിട്ടായിരിക്കും, വളരെ സ്പീഡായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. എന്നാൽ എല്യൂഷൻ ടൈം കൂടുതലാണെങ്കിലോ സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞത് തന്നെ ഉള്ളൂ. ദ പാർട്ട് ഓഫ് ദ ക്രോമറ്റോഗ്രാഫിക് സിസ്റ്റം, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ക്രോമറ്റോഗ്രഫി സിസ്റ്റം ആൻഡ് ദാറ്റ് ഈസ് എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഫേസ് ആണ് എന്ത്? മൊബൈൽ ഫേസ്. ഇതിൻ്റെ കുറച്ച് ടൈംസ് പറയുന്നത് നോർമൽ ഫേസ്, റിവേഴ്സ് ഫേസ്, റെസൊല്യൂഷൻ, RF വാല്യൂ ആൻഡ് RF. നോക്കാം. നോർമൽ ഫേസ് എന്ന് പറഞ്ഞാൽ അൺമോഡിഫൈഡ് സ്റ്റേഷനറി ഫേസ് വെയർ പോളാർ സൊല്യൂട്ട് ഇൻ്ററാക്ട് സ്ട്രോങ്ലി ആൻഡ് റൺ സ്ലോലി. ഇത്രയേ ഉള്ളൂ. അൺമോഡിഫൈഡ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസ് ആണ് എന്ത്? നോർമൽ ഫേസ്. അപ്പോൾ റിവേഴ്സ് ഫേസ് എന്തായിരിക്കും? മോഡിഫൈഡ് സ്റ്റേഷനറി ഫേസ് ആയിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ടേം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതുള്ളൂ, ക്വസ്റ്റ്യനൊന്നും വരത്തില്ല. എങ്കിലും ടേം ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അൺമോഡിഫൈഡ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസ് ആണെങ്കിൽ നോർമൽ ഫേസ്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ പോളാർ സൊല്യൂട്ട് ഇൻട്രാക്ട് സ്ട്രോങ്ലി. അവിടെ എന്താണ്? പോളാർ സൊല്യൂട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. സ്ട്രോങ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? റൺ സ്ലോലി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിലോ, നമ്മൾ വളരെ പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ, നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ സംസാരിച്ച് നമ്മുടെ സംസാരം കൂടും, പക്ഷെ നമ്മുടെ നടത്തിയുള്ള സ്പീഡ് എന്ത് ചെയ്യും? കുറയും അല്ലേ? ദാറ്റ് മീൻസ് ഇൻട്രാക്ഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? റൺ സ്ലോലി. എന്നാൽ വളരെ സ്ട്രേഞ്ചർ ആണെന്ന് വിചാരിച്ചോ, ഇൻട്രാക്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല, എന്ത് ചെയ്യും? ഇൻട്രാക്ഷൻ കുറവാണ്, റൺ ഫാസ്റ്റ്ലി. ഓക്കെ ആണല്ലോ, ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. അൺമോഡിഫൈഡ് സ്റ്റേഷനറി ഫേസ് ആണ്, അവിടെ ഇൻട്രാക്ഷൻ കൂടുതലാണ്, അതുകൊണ്ട് റൺ സ്ലോലി. ഹിയർ റിവേഴ്സ് ഫേസിലാണ് എങ്കിൽ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് ആണ്, ഇവിടെ നേരെ തിരിച്ചായിരിക്കും, ഇൻട്രാക്ഷൻ കുറവും റൺ ഫാസ്റ്റ്ലി ആയിരിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഡിഗ്രി ഓഫ് സെപ്പറേഷൻ ഓഫ് ഡിഫറെൻറ്റ് സൊല്യൂട്ട്. ഡിഗ്രി ഓഫ് സെപ്പറേഷൻ ഓഫ് ഡിഫറെൻറ്റ് സൊല്യൂട്ട്സ്. In principle, resolution can be improved by using a longer stationary phase, finer stationary phase or slower elution. അതായത് ഡിഫറെൻറ്റ് സൊല്യൂട്ടിൻ്റെ സെപ്പറേഷനെ കാണിക്കുന്ന എന്താണ്? റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ല, ഒരു ക്യാമറയുടെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി കൂടുന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ കൂടുതൽ.
ഇമേജിൻ്റെ ക്ലാരിറ്റി കുറവാണെങ്കിൽ റെസൊല്യൂഷൻ കുറവ്. അതുപോലെ തന്നെ കിട്ടുന്ന റിസൾട്ട് വളരെ ആക്യുറേറ്റ് ആണെങ്കിൽ റെസൊല്യൂഷൻ കൂടുതൽ, ആക്യുറസി കുറവാണെങ്കിൽ റെസൊല്യൂഷൻ കുറവ്. ഓക്കെ, എന്നാൽ വളരെ റെസൊല്യൂഷൻ കൂടിയ ക്രോമാറ്റോഗ്രാഫി ടെക്നിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോങ്ങർ സ്റ്റേഷനറി ഫേസ്, ഫൈനർ സ്റ്റേഷനറി ഫേസ് ഓർ സ്ലോവർ എല്യൂഷൻ. അതായത് സ്റ്റേഷനറി ഫേസ് കുറച്ച് ലോങ് ആണെങ്കിൽ, ഓക്കെ, ഇച്ചിരി ലോങ് ആയിട്ടുള്ളതാണെങ്കിൽ അത്രത്തോളം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഫൈൻ ആണെങ്കിൽ അത്രത്തോളം മനസ്സിലാക്കാം. അതുപോലെ എല്യൂഷൻ ടൈം കുറവാണെങ്കിൽ, എല്യൂഷൻ ടൈം കൂടുതലാണെങ്കിൽ എന്തുവാ? എല്യൂഷൻ ടൈം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ലോവർ എല്യൂഷൻ, അതായത് മൂവ്മെൻറ്റ് സ്ലോ ആയിരിക്കണം. ദാറ്റ് മീൻസ് എല്യൂഷൻ ടൈം എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പോൾ സ്ലോ ആയിട്ട് മൂവ് ചെയ്താൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുമോ? മനസ്സിലായോ? നമ്മളെ ക്യാമറയ്ക്ക് ഹെൽമെറ്റ് ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിലിരിക്കുന്നു, ഓക്കെ, അടിച്ച് പറത്തി പോകുന്നത് ഇപ്പോഴത്തെ നല്ല ക്യാമറകളാണ് പിടിക്കും. എങ്കിൽ ലോക്കൽ ക്യാമറകളാണെങ്കിൽ മിന്നിപ്പായുന്ന ബൈക്കിൽ ക്യാമറ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റൂല, പാടാ അല്ലേ? റെസൊല്യൂഷൻ കുറവാണ്. ബിക്കോസ് അവരുടെ എല്യൂഷൻ ടൈം വളരെ ഷോർട്ടാണ്, അവരുടെ എല്യൂഷൻ വളരെ ഫാസ്റ്റാണ്. മനസ്സിലാക്കണേ. അവരുടെ എല്യൂഷൻ ഫാസ്റ്റാണ്, ബട്ട് അവരുടെ എല്യൂഷൻ ടൈം എന്താണ്? ഷോർട്ടാണ്. അതുകൊണ്ട് ക്യാമറയ്ക്ക് ക്ലിക്ക് ആവില്ല. എന്നാൽ നമ്മൾ പോകും എങ്ങനെയാണ്? ഹെൽമെറ്റ് ഇല്ലാതെ. എല്യൂഷൻ ടൈം വളരെ കൂടുതലാണ്, എല്യൂഷനോ സ്ലോയാണ്, വളരെ സ്ലോയിൽ കൂടെ പോകും. എല്യൂഷൻ ടൈം വളരെ കൂടുതലാണ്, കൃത്യമായിട്ട് പിടിക്കും. നമുക്ക് എന്ത് വരും? ഉറപ്പായിട്ടും വീട്ടിൽ നമ്മുടെ ഫൈൻ വരികയും ചെയ്യും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ എല്യൂഷനും എല്യൂഷൻ ടൈമും തിരിഞ്ഞു പോകരുത്, അതിന് വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹിയർ റെസൊല്യൂഷൻ കൂടുതലുണ്ടെങ്കിൽ ലോങ്ങർ സ്റ്റേഷനറി ഫേസ് ആയിരിക്കണം, ഫൈനർ സ്റ്റേഷനറി ഫേസ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം? എല്യൂഷൻ എന്തായിരിക്കണം? സ്ലോ ആയിരിക്കണം. എല്യൂഷൻ ടൈം എന്തായിരിക്കണം? ലോങ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് RF വാല്യൂ. RF വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. RF വാല്യൂ കൃത്യമായിട്ട് ആ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. RF വാല്യൂ മീൻസ് ഇത്ര മാത്രമേ ഉള്ളൂ: ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സൊല്യൂട്ട് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സോൾവെൻറ്റ്. ഓക്കെ, ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സൊല്യൂട്ട് ടു ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെൻറ്റ്. ഓക്കെ, എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ജസ്റ്റ് ഓർത്തിരിക്കുക ഈ ടൈം. RF എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷൻ ഫാക്ടർ അല്ലെങ്കിൽ റിട്ടൻഷൻ ഫാക്ടർ എന്ന് വേണമെങ്കിലും പറയാം. RF വാല്യൂ ഹാസ് ടു ബി ബിറ്റ്വീൻ 0 and 1. ഈ RF വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ടിപ്പിക്കലി റിപ്പോർട്ടഡ് ടു 2 decimal places. ഓക്കെ, ഇൻ ബിറ്റ്വീൻ 0ക്കും 1നും ഇടയിലായിരിക്കും 2 decimal പോയിന്റ് കൂടിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ബേസിക് ടേംസ് ഇൻ ക്രോമാറ്റോഗ്രാഫി. അപ്പം ക്രോമാറ്റോഗ്രാഫിയിൽ ബേസിക് ആയിട്ടുള്ള ടേംസ്. അപ്പോൾ ആദ്യം ക്രോമാറ്റോഗ്രാഫി കണ്ടുപിടിച്ചത് മിഖേൽ സ്വെറ്റ് ആണ്. അദ്ദേഹം പ്ലാന്റ് പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്തു, കളർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടി. അതുകൊണ്ട് അദ്ദേഹം അതിനെ ക്രോമാറ്റോഗ്രാഫി എന്ന് പേരിട്ടു. ദെൻ എന്താണ് ക്രോമാറ്റോഗ്രാഫി? സിമ്പിൾ മിക്സ്ചേഴ്സിൽ നിന്നും കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്. ഓക്കെ, മിശ്രിതത്തിൽ നിന്നും അതിൻ്റെ ഘടകങ്ങളെ വേർതിരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ. ദെൻ മൂന്നാമത് നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള ടേംസ്. ക്രോമാറ്റോഗ്രാഫി എന്ന് കേൾക്കുമ്പോഴേ 3 ആളുകൾ ഉണ്ടായിരിക്കണം: ഒരു സ്റ്റേഷനറി ഫേസ്, ഒരു മൊബൈൽ ഫേസ്, ദെൻ ഒരു സപ്പോർട്ടിംഗ് മീഡിയം. സപ്പോർട്ടിംഗ് മീഡിയം അല്ലല്ലോ, ഒരു മൊബൈൽ ഫേസ്, സ്റ്റേഷനറി ഫേസ് ആണ് എപ്പോഴും പറയുന്നത്. ഓക്കെ, ആ 2 ഫേസ് ഉറപ്പായിട്ടും ഉണ്ട്. സപ്പോർട്ടിംഗ് മീഡിയം ഓൾറെഡി അതിനകത്തുള്ളതാണ്. ഓക്കെ ആണല്ലോ. എന്താണ് സ്റ്റേഷനറി ഫേസ്, എന്താണ് മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ്. അഡ്സോർപ്ഷൻ, ദെൻ നമ്മൾ പറഞ്ഞു, ദെൻ എല്യൂഷൻ ടൈം, എല്യുവൻ്റ്, ദെൻ RF വാല്യൂ, ദെൻ നോർമൽ ഫേസ്, റിവേഴ്സ് ഫേസ്. ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് പറഞ്ഞു. ദെൻ വി ആർ മൂവിങ് ടു ദി ക്ലാസിഫിക്കേഷൻ. ക്രോമാറ്റോഗ്രാഫി ഇനി ക്ലാസിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ക്രോമാറ്റോഗ്രാഫി ടെക്നിക്സിനെ ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. വീണ്ടും പറയുന്നു, ഓക്കെ, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഞാനിവിടെ പറയുന്നത്. ശ്രദ്ധിക്കാം,
ക്രൊമാറ്റോഗ്രാഫിയെ ഓൺ ദ ബേസിസ് ഓഫ് ഇൻറ്ററാക്ഷൻ ഓഫ് സൊല്യൂട്ട് ടു ദി സ്റ്റേഷനറി ഫേസ്. ഇൻറ്ററാക്ഷൻ ഓഫ് സൊല്യൂട്ട് ടു ദി സ്റ്റേഷനറി ഫേസ്. സൊല്യൂട്ടും സ്റ്റേഷനറി ഫേസും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ്റെ ബേസിൽ നമുക്ക് ക്രൊമാറ്റോഗ്രാഫിയെ ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമതായിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ക്രൊമാറ്റോഗ്രാഫി ബെഡ് ഷേപ്പ്. ഓൺ ദ ബേസിസ് ഓഫ് ക്രൊമാറ്റോഗ്രാഫി, അതായത് ക്രൊമാറ്റോഗ്രാഫി നടക്കുന്ന ഫേസിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്ലാസിഫൈ ചെയ്യാം. മൂന്നാമത് ടെക്നിക്സ് ബൈ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ടെക്നിക്സ് ബൈ ഫിസിക്കൽ സ്റ്റേറ്റ്. ടെക്നിക്സ് ബൈ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിസിക്കൽ സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു ടെക്നിക്കിൻ്റെ ബേസിലും നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കുക, 3 ടൈപ്പ് എന്ന് പറയുന്നത്, ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ടു ദി സ്റ്റേഷനറി ഫേസ്, 2 ബെഡ് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, 3 മൊബൈൽ ഫേസിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷനും ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓർത്ത് വെച്ചിരിക്കുക, 3 ക്ലാസിഫിക്കേഷൻ, 1 ഇൻട്രാക്ഷൻ, 2 ബെഡ് ഷേപ്പ്, 3 ഫിസിക്കൽ സ്റ്റേറ്റ്. ആദ്യമായിട്ട് നമുക്ക് ഇൻറ്ററാക്ഷൻ്റെ സ്റ്റേറ്റിൽ പഠിക്കാം. നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ടു ദ സ്റ്റേഷനറി ഫേസ്, ക്രൊമാറ്റോഗ്രാഫി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4. കണ്ട് പേടിക്കുക വേണ്ട, എല്ലാം സെയിം സംഭവങ്ങൾ തന്നെയാണ്. മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ചെയ്യുന്ന പ്രൊസീജിയറിൽ കുറച്ച് മാറ്റം, ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും. നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഇൻറ്ററാക്ഷൻ ഓഫ് സൊല്യൂട്ട് ടു ദി സ്റ്റേഷനറി ഫേസാണ്. സൊല്യൂട്ടും സ്റ്റേഷനറി ഫേസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ 4 ക്ലാസിഫൈ ചെയ്തു. നമ്പർ 1 അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രാഫി. ഒന്നെന്താണ്? അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രാഫി. നമ്പർ 2 partition chromatography. Number 2 partition chromatography. Number 3 ion exchange chromatography. Number 3 ion exchange chromatography. Number 4 molecular exclusion chromatography. Number 4 molecular exclusion chromatography. അപ്പോൾ 4 ടൈപ്പ് ക്രൊമാറ്റോഗ്രാഫി ആണ് പറഞ്ഞത്. എന്തിൻ്റെ കേസിലാണ്? ഇൻറ്ററാക്ഷൻ ഓഫ് സൊല്യൂട്ട് ടു ദി സ്റ്റേഷനറി ഫേസ്. ഏതൊക്കെയാണ് 4 ടൈപ്പ്? നമ്പർ 1 പറഞ്ഞോളൂ. നമ്പർ 1 അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി. നമ്പർ 2 പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി. നമ്പർ 3 അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാഫി. നമ്പർ 4 മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രാഫി. ഓക്കെ, ഈ 4 ടൈപ്പ്. ഈ 4 ടൈപ്പിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 4 ക്രൊമാറ്റോഗ്രാഫിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം തിരിഞ്ഞു പോകണ്ട. ഇൻറ്ററാക്ഷൻ ഓഫ് സൊല്യൂട്ട് സ്റ്റേഷനറി ഫേസ് ADPA അയൺ ചെയ്തോ മോളെ എന്ന് ഓർത്തിച്ചെന്നാൽ മതി. ഓക്കെ, ഓക്കെ, അണ്ടർസ്കോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. അഡ്സോർപ്ഷൻ, പാർട്ടീഷൻ, ദെൻ അയൺ ചെയ്തോ മോളെ എന്ന് ഓർത്തിരുന്നാൽ മതി. അതാണ് ഈ 4 ടൈപ്പ്: അഡ്സോർപ്ഷൻ, പാർട്ടീഷൻ, അയൺ എക്സ്ചേഞ്ച് ആൻഡ് മോളിക്കുലാർ എക്സ്ക്ലൂഷൻ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഓൺ ദ ബേസിസ് ഓഫ് ക്രൊമാറ്റോഗ്രാഫി ബഡ് ഷേപ്പ്. ഓൺ ദ ബേസിസ് ഓഫ് ക്രൊമാറ്റോഗ്രാഫി ബഡ് ഷേപ്പ്. ബഡ് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 3 തരംതിരിക്കുന്നു. കോളം ക്രൊമാറ്റോഗ്രാഫി, ദെൻ TLC. TLC എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട, ഇറ്റ് ഈസ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി. TLC എന്ന് പറഞ്ഞാൽ എന്താണ്? തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി. അതാണ് TLC എന്ന് പറയുന്നത്. മൂന്നാമത് എന്താണ്? പേപ്പർ ക്രൊമാറ്റോഗ്രാഫി. കോളം ക്രൊമാറ്റോഗ്രാഫി, TLC, തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി ആൻഡ് പേപ്പർ ക്രൊമാറ്റോഗ്രാഫി. പേര് പറയുമ്പം തന്നെ അറിയാം, ആ ബഡ് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രൊമാറ്റോഗ്രാഫി നടക്കുന്നത് കോളത്തിലാണ്, അടുത്ത ക്രൊമാറ്റോഗ്രാഫി നടക്കുന്നത് തിൻ ലെയറിലാണ്, മൂന്നാമത് നടക്കുന്നത് പേപ്പറിലാണ്. ഓക്കെ, ഇതുകൊണ്ടാണ് ഇതിനെ എന്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയത്? ബഡ് ഷേപ്പിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, കോളം, TLC, തിൻ ലെയർ ആൻഡ് പേപ്പർ. ഓക്കെ ആണല്ലോ? യെസ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ടെക്നിക്സ് ബൈ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മൊബൈൽ ഫേസ്. മൊബൈൽ ഫേസിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൊമാറ്റോഗ്രാഫിയെ തരംതിരിക്കാം. എത്ര ആയിട്ട്? വെരി സിമ്പിളായിട്ട് 4 തരംതിരിക്കാം.
ഓക്കെ, ഏതൊക്കെയാണ്? 1 ഗ്യാസ് ക്രോമറ്റോഗ്രാഫി, 2 ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി, മൊബൈൽ ഫേസിൻ്റെ ആണ്, 3 അഫിനിറ്റി ക്രോമറ്റോഗ്രാഫി, 4 സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ക്രോമറ്റോഗ്രാഫി. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ പേരുകളിലെല്ലാം ലിക്വിഡ് ഫേസ് അല്ലെങ്കിൽ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഗ്യാസ് ക്രോമറ്റോഗ്രാഫിയിൽ മൊബൈൽ ഫേസ് ഗ്യാസ്, ലിക്വിഡ് ക്രോമറ്റോഗ്രാഫിയിൽ മൊബൈൽ ഫേസ് ലിക്വിഡ്, അഫിനിറ്റി ക്രോമറ്റോഗ്രാഫി ഓക്കെ മൊബൈൽ ഫേസിൻ്റെ അഫിനിറ്റി, ദെൻ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് മൊബൈൽ ഫേസ് അവിടെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്. ഈ ഒരു ബേസിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. വേറെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിക്വിഡ് മൊബൈൽ ഫേസ് ലിക്വിഡ് ആവുന്ന ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസ് സോളിഡ് ആവുന്ന ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് ടൈപ്പിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 സൊല്യൂട്ടും സ്റ്റേഷനറി ഫേസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിൽ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം: അഡ്സോർപ്ഷൻ, പാർട്ടീഷൻ, അയൺ എക്സ്ചേഞ്ച് ആൻഡ് മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി. രണ്ടാമത് ബെഡ് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കോളം, തിൻ ലെയർ ആൻഡ് പേപ്പർ ക്രോമറ്റോഗ്രാഫി. മൂന്നാമത് മൊബൈൽ ഫേസിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, മൊബൈൽ ഫേസ് ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണോ, ഇപ്പോൾ ഗ്യാസ് ആണ് മൊബൈൽ ഫേസിൻ്റെ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി, ഇപ്പോൾ മൊബൈൽ ഫേസ് ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി, ദെൻ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ക്രോമറ്റോഗ്രാഫി, ദെൻ അഫിനിറ്റി ക്രോമറ്റോഗ്രാഫി. ഓക്കെ, അപ്പോൾ ഇനി ആദ്യത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്നാൽ ഇൻ്ററാക്ഷൻ ഓഫ് സൊല്യൂട്ട് ടു ദി സ്റ്റേഷനറി ഫേസ്. 4 പേർ: അഡ്സോർപ്ഷൻ, പാർട്ടീഷൻ, അയൺ എക്സ്ചേഞ്ച് ആൻഡ് മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി. ഇത് 4 വിശദമായി നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി. അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി നോക്കാം. അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി ഈസ് എ ടെക്നിക് used to separate components in a mixture based on how strongly each component adsorbs to a stationary solid phase versus staying in or moving with a mobile phase. ഒന്നുമില്ല, അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ടെക്നിക് യൂസ്ഡ് ടു സെപ്പറേറ്റ് കമ്പോണൻസ് ഇൻ മിക്സ്ചർ. അതറിയാലോ, മിക്സ്ചറിൽ നിന്ന് കമ്പോണൻസിനെ വേർതിരിക്കുന്നതാണല്ലോ ക്രോമറ്റോഗ്രാഫി. ശ്രദ്ധിക്കുക, ബേസ്ഡ് ഓൺ how strongly each component adsorbs to stationary phase versus staying in or moving with a mobile phase. അതായത് ഇത്രയേ ഉള്ളൂ. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അനലൈറ്റ് അല്ലെങ്കിൽ ആരെയാണോ സെപ്പറേറ്റ് ചെയ്യേണ്ട അവർ എത്രമാത്രം സ്ട്രോങ് ആയിട്ടാണ് മൊബൈൽ ഫേസിലും സ്റ്റേഷനറി ഫേസിലും അഡ്സോർബ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ റേറ്റിനനുസരിച്ചാണ് കമ്പോണൻസിനെ വേർതിരിക്കുന്നത്. ഓക്കെ, പറയുമ്പോൾ മനസ്സിലാവും, ശ്രദ്ധിക്കൂ. ഹിയർ ദ സ്റ്റേഷനറി ഫേസ് ഈസ് എ സോളിഡ് അഡ്സോർബൻറ്റ് വിത്ത് എ ലാർജ് സർഫസ് ഏരിയ. അതായത് പോറസ് ആയിട്ടുള്ളതായിരിക്കും സോളിഡ് സർഫസ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോങ്ങർ ആയിട്ടുള്ള ഒരു അഡ്സോർബൻറ്റ് എടുക്കുകയാണ്. കോമൺ അഡ്സോർബൻറ്റ് എന്ന് പറഞ്ഞാൽ സിലിക്ക ജെല്ല്, അലൂമിന, സെല്ലുലോസ് ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അഡ്സോർബൻറ്റുകളാണ്. ഇനി മൊബൈൽ ഫേസ് ഈസ് എ സോൾവെൻറ്റ്. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? സോൾവെൻറ്റ് ഓർ ഗ്യാസ്. ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ഓർത്ത് വെച്ചിരിക്കുക, അത് ഫ്ലോ ചെയ്യണം. ദാറ്റ് ഫ്ലോസ് ഓവർ ത്രൂ ദി സ്റ്റേഷനറി ഫേസ് ക്യാരിങ് ദ സാമ്പിൾ. ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഇൻ ദ സാമ്പിൾ ഇൻട്രാക്ട് ഡിഫറെൻ്റ്ലി വിത്ത് ബോത്ത് ഫേസ് ബിക്കോസ് ഓഫ് ഡിഫറൻസ് ഇൻ അഫിനിറ്റി. They travel at different rates and thus get separated as the mobile phase moves. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല, പക്ഷേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ മതിയാകും. കാരണം നോട്ട്സ് വായിക്കണം ക്ലിയർ ആയിട്ട്. ഓക്കെ, സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടെന്നറിയാം, ഒരു മൊബൈൽ ഫേസ് ഉണ്ടെന്നറിയാം. അതിൽ സംശയമില്ലേ? ഇല്ല. അപ്പോൾ ശ്രദ്ധിക്കൂ, സ്റ്റേഷനറി ഫേസിലൂടെ മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്ന സോൾവെൻറ്റ് ഒഴിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ മിക്സ്ചർ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള മിക്സ്ചറിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുക. ഈ കമ്പോണൻസ് എന്ന് പറയുന്നത് വ്യത്യസ്ത കമ്പോണൻസ് വ്യത്യസ്ത അഫിനിറ്റിയിലായിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ചില കമ്പോണൻസ് എന്താ സ്ട്രോങ് ആയിട്ട് അങ്ങ് അബ്സോർബ് ചെയ്തിരിക്കും, ചിലരെന്ത് ചെയ്യും ഇച്ചിരി വീക്കായിട്ട് അബ്സോർബ് ചെയ്യും, ചില കമ്പോണൻറ്റോ വളരെ ലോ ആയിട്ട് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ വളരെ ലോ ആയിട്ട് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫേസ് ഒഴിക്കുമ്പോഴത്തേന് വളരെ ലോ അബ്സോർപ്ഷൻ ആണെങ്കിൽ അത് അവരെ പെട്ടെന്ന് അങ്ങ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ? എന്നാൽ സ്ട്രോങ് ആയിട്ട് അബ്സോർബ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിലോ മൊബൈൽ ഫേസ് ഒഴിച്ചാലും വളരെ സ്ലോ ആയിട്ടേ അത് മൂവ് ചെയ്യത്തുള്ളൂ.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു അഫിനിറ്റിയുടെ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പോണൻസ് അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റേഷനറി ഫേസ് ആണ് എങ്കിൽ അവിടെ ഈ കമ്പോണൻസ് സ്ട്രോങ് ആയിട്ടുള്ളവർ മുകളിൽ നിന്ന് ഒഴിക്കുന്നതെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളവർ അവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഇച്ചിരി സ്ലോ ആയിട്ട് താഴോട്ട് വരും. വീക്കായിട്ട് അബ്സോർബ് ചെയ്യുന്നവരെ ഒഴിച്ച് കഴിയുന്ന ഉടനെ എന്ത് ചെയ്യും, ഇങ്ങനെ താഴോട്ട് പോരും. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് കേൾക്കുമ്പോഴേ അഡ്സോർപ്ഷൻ കപ്പാസിറ്റി ഓഫ് സൊല്യൂട്ട്, അല്ലെങ്കിൽ അഡ്ഹിയറിംഗ് കപ്പാസിറ്റി ഓഫ് സൊല്യൂട്ട്, അല്ലെങ്കിൽ അഫിനിറ്റി ഓഫ് സൊല്യൂട്ട്, അത് തന്നെയാണല്ലോ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്, ഇൻ്ററാക്ഷൻ ഓഫ് സൊല്യൂട്ട് ടു ദി സ്റ്റേഷനറി ഫേസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ, അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. ഇൻ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി സെപ്പറേഷൻ occurs because different compounds in a mixture adhere to the surface of solid stationary phase with a different strength. അല്ലേ? ഓരോ കമ്പോണൻറ്റും അത് ഡിഫറെൻറ്റ് സ്ട്രെങ്തിലായിരിക്കും സ്റ്റേഷനറി ഫേസിൽ നിന്ന് അഡ്ഹിയർ ചെയ്തിരിക്കുന്നത്, അഡ്സോർബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഒരു സോളിഡാണ്. ഓർക്കുക, ഇവിടെ നമ്മുടെ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫിയിൽ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഒരു സോളിഡാണ്. ദെൻ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആകാം ഓർ ഗ്യാസ് ആവാം, ദാറ്റ് മൂവ്സ് ത്രൂ ദി സ്റ്റേഷനറി ഫേസ്. കോമ്പൗണ്ട്സ് ഇൻട്രാക്ട് വിത്ത് സ്റ്റേഷനറി ഫേസ് വയ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓർ ഹൈഡ്രജൻ ബോണ്ടിങ് ഓർ ഡൈപോൾ ഇൻട്രാക്ഷൻ. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾ സ്റ്റേഷനറി ഫേസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഏത് വഴിയാവാം, വാൻ ഡെർ വാൾ ഫോഴ്സ് ആവാം, ഹൈഡ്രജൻ ബോണ്ടിങ് ആവാം, അല്ലെങ്കിൽ ഡൈപോൾ ഇൻട്രാക്ഷൻ ആവാം. ഓക്കെ, സ്ട്രോങ്ങർ അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പം സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ് എന്തായിരിക്കും, സ്ലോ ആയിട്ടേ മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി വളരെ വീക്കായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് അവർ മൂവ് ചെയ്യും. മനസ്സിലായോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ടൈറ്റായിട്ട് ഒരാളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ടൈറ്റായിട്ട് ഒരാൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം പുറത്തുനിന്ന് ഒരാൾ ആ മറ്റേ ആളെ അങ്ങോട്ട് പിടിക്കുമ്പോൾ അയാൾ ഈസി ആയിട്ട് മൂവ് ചെയ്യുമോ? ഇല്ല, ബിക്കോസ് അയാൾ സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? എന്നാൽ വളരെ വീക്കായിട്ട് അഡ്സോർബ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, മറ്റേ ആൾ പിടിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു പോകും. ദാറ്റ്സ് ദ സെയിം എന്താണ് ആ ഒരു തീമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ട്രോങ്ങർ അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ സ്ലോവർ മൂവ്മെൻ്റ് ആയിരിക്കും, വീക്കർ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ മൂവ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അഡ്സോർപ്ഷൻ തിയറിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അഡ്സോർപ്ഷൻ തിയറി, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് ഓവർവ്യൂ. പ്രോസസ് ഓവർവ്യൂ നോക്കാം. എ മിക്സ്ചർ ഈസ് അപ്ലൈഡ് ടു ദി ടോപ്പ് ഓഫ് ദി കോളം പാക്ഡ് വിത്ത് അഡ്സോർബൻറ്റ്. അതായത് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി നടക്കുന്ന എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, പ്രിൻസിപ്പിളും കാര്യങ്ങളും പറഞ്ഞു, എങ്ങനെയാണ് ചെയ്യുന്നതാണ് നോക്കാം. എ മിക്സ്ചർ ഈസ് അപ്ലൈഡ് ടു ദി ടോപ്പ് ഓഫ് എ കോളം പാക്ഡ് വിത്ത് അഡ്സോർബൻറ്റ്. The solvent mobile phase is passed through the column. Different compounds moves down the column at different rates based on their affinity for the adsorbent. Fractions are collected at different times achieving separation. അതായത് ചെയ്യുന്ന എന്തുവാ, അതായത് ഒരു കോളമായിട്ട് വിചാരിക്കുക. ആ കോളത്തിൽ എന്ത് ചെയ്യുന്നു, മുകളിൽ നമ്മൾ മിക്സ്ചർ അപ്ലൈ ചെയ്യുന്നു. മിക്സ്ചർ, അതായത് മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് മിക്സ്ചറിൻ്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യണ്ടേ, ആ മിക്സ്ചർ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, മൊബൈൽ ഫേസ് അതിലേക്കൂടെ ഒഴിക്കുന്നു. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന മൊബൈൽ ഫേസ്, സോൾവെൻ്റ് അല്ലെങ്കിൽ ഗ്യാസ് അതിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്യിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്ത മിക്സ്ചറിലെ പല കമ്പോണൻസ്, ഫോർ എക്സാമ്പിൾ ഗ്രീൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഗ്രീൻ കമ്പോണൻ്റ് അതിൻ്റെ അഡ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ മൊബൈൽ ഫേസ് ഒഴിച്ചപ്പം അവിടെ നിന്നു. ഓക്കെ, എന്നാൽ റെഡ് കമ്പോണൻ്റ് ഇച്ചിരിയൂടെ എന്താണ് അഡ്സോർപ്ഷൻ കപ്പാസിറ്റി കുറവായിരുന്നു, അതുകൊണ്ട് അത് ഇച്ചിരിയൂടെ മൂവ് ചെയ്തു. ഓക്കെ, ദെൻ അതേപോലെ യെല്ലോ ആയപ്പം കുറച്ച് വീക്കായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, യെല്ലോ ഇച്ചിരിയൂടെ താഴോട്ട് മൂവ് ചെയ്തു. ദെൻ വളരെ വീക്കായിട്ടിരുന്നായിരുന്നു വയലറ്റ്, സോ അതെന്ത് ചെയ്തു, എന്താണ് ഇങ്ങോട്ട് മൂവ് ചെയ്തു. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി.
അപ്പോൾ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി എന്ന് ഓർക്കുക, സൊല്യൂട്ട് അഡ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഫിനിറ്റീനെ ബേസ് ചെയ്തായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ടൈപ്സ്. ഈ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിയുടെ തന്നെ ടൈപ്സ്, അതായത് ഞാൻ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വരുവാണ്. ടൈപ്സ് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിയുടെ തന്നെയാണ് കോളം ക്രൊമാറ്റോഗ്രാഫി, തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി ആൻഡ് ഫ്ലാഷ് ക്രൊമാറ്റോഗ്രാഫി. കോളം ക്രൊമാറ്റോഗ്രാഫി, thin layer chromatography and flash chromatography. These are the 3 types belongs to എന്താണ് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി. ഓക്കെ ആണല്ലോ, ഇതാണ് 3 ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പും ഓർത്ത് വെച്ചിരിക്കുക. കോളം ക്രൊമാറ്റോഗ്രാഫി ആണെങ്കിലും തിൻ ലെയർ ആണ് എങ്കിലും ഫ്ലാഷ് ക്രൊമാറ്റോഗ്രാഫി അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഫ്ലാഷ് ക്രൊമാറ്റോഗ്രാഫി ആണെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്താ, അഡ്സോർപ്ഷൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ പവറിനനുസരിച്ച് തന്നെയാണ് ആ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻ. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിയുടെ ആപ്ലിക്കേഷൻസ് ആണ് അടുത്ത് പറയുന്നത്. ഒന്ന്, പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 2, സെപ്പറേഷൻ ഓഫ് പിഗ്മെൻറ്റ്സ്, സ്റ്റിറോയിഡ്സ് ഓർ ആൽക്കലോയിഡ്സ്. അതാണ് പിഗ്മെൻറ്റ്സ്, സ്റ്റിറോയിഡ്സ് ആൻഡ് ആൽക്കലോയിഡ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 3, ഡ്രഗ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഡ്രഗ് അനാലിസിസിൽ അല്ലെങ്കിൽ QC ക്വാളിറ്റി കൺട്രോളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി. ഐഡൻറ്റിഫൈയിങ് കമ്പോണൻസ് ഇൻ കോംപ്ലക്സ് മിക്സ്ചർ. കോംപ്ലക്സ് മിക്സ്ചറിലെ കമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി ഉപയോഗിക്കാറുണ്ട്. സോ ദീസ് ആർ ദ ബേസിക് ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി. ഓക്കെ ആണല്ലോ, അപ്പോൾ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി കഴിഞ്ഞു. അപ്പം നമ്മൾ ഒന്നുകൂടെ പറയുന്നു, സൊല്യൂട്ടും സ്റ്റേഷനറി ഫേസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിൽ 4 ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്? അഡ്സോർപ്ഷൻ, പാർട്ടീഷൻ, അയൺ എക്സ്ചേഞ്ച്, മോളിക്കുലർ എക്സ്ക്ലൂഷൻ. ഓക്കെ, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിയിൽ ഓർത്ത് വെച്ചിരിക്കുക, മിക്സ്ചറിലെ കമ്പോണൻസിനെ ഡിഫറൻറ്റ് റേറ്റ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻറ്റ് അഫിനിറ്റിയുടെ ബേസിൽ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കോളത്തിലാണെങ്കിലും തിൻ ലെയറിലാണെങ്കിലും ഫ്ലാഷ് ക്രൊമാറ്റോഗ്രാഫി. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു കോളം എടുക്കുക, കോളത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? നമ്മുടെ മിക്സ്ചർ സെപ്പറേറ്റ് ചെയ്യേണ്ട കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യേണ്ടത് മിക്സ്ചർ മുകളിൽ അപ്ലൈ ചെയ്യുക, മൊബൈൽ ഫേസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്താ സംഭവിക്കുന്നത്? അഡ്ഹിയറിങ് കപ്പാസിറ്റി കൂടുതലുള്ള ഒരു സ്ലോ ആയിട്ട് മൂവ് ചെയ്യും, അഡ്ഹിയറിങ് കപ്പാസിറ്റി കുറവുള്ള ഒരു ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെ കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻസ്: പ്യൂരിഫിക്കേഷൻ, സെപ്പറേഷൻ, ഡ്രഗ് അനാലിസിസ്, ദെൻ കോംപ്ലക്സ് മിക്സ്ചറിലെ കമ്പോണൻസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ? യെസ്. സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രാഫി. ഇറ്റ് ഈസ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി. അടുത്ത ടൈപ്പ് എന്താണ്? പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി. നോക്കാം. Partition chromatography is a type of chromatography that separates components of a mixture based on their different solubility between 2 immiscible phases. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി എന്ന് കേൾക്കുമ്പോഴേ സോലുബിലിറ്റിയുടെ ബേസിലാണ് അവരെ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, സോലുബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് ബേസിലാണെന്നെങ്കിലും പറയാം. പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ബേസിലാണ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രാഫി ദാറ്റ് സെപ്പറേറ്റ്സ് കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ബേസ്ഡ് ഓൺ ദെയർ ഡിഫറൻറ്റ് സോലുബിലിറ്റി ബിറ്റ്വീൻ 2 ഇമ്മിസിബിൾ ഫേസ്, അല്ലെങ്കിൽ പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് വേണമെങ്കിലും പറയാം. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഇപ്പോൾ യൂഷ്വലി എ ലിക്വിഡ് ഫിലിം കോട്ടഡ് ഓൺ സോളിഡ് സപ്പോർട്ട് ആയിരിക്കും. ഓക്കെ, യൂഷ്വലി ഒരു ലിക്വിഡ് ഫിലിം കോട്ടഡ് ഓൺ സോളിഡ് സപ്പോർട്ടിൽ. ദെൻ മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആകാം. ദാറ്റ് മൂവ്സ് ഓവർ ത്രൂ ദി സ്റ്റേഷനറി ഫേസ്. ശ്രദ്ധിക്കൂ, ഇൻ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ distribute themselves between the stationary phase and the mobile phase according to their partition coefficient. The ratio that describes how a substance distributes itself between 2 immiscible solvents. ഇത്ര മാർത്ത് ഓർത്താൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞു കമ്പോണൻസ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ആ കമ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞെങ്കിൽ
ഹിയർ സോലുബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് സോല്യുബിൾ കൂടുതലാവുക അല്ലെങ്കിൽ സോല്യുബിലിറ്റി കുറയുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മിക്സ്ചറിലെ കമ്പോണൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ശ്രദ്ധിക്കൂ, ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് നോക്കാം. എ കോളം ഓർ ഷീറ്റ് കണ്ടെയ്ൻ ദ സ്റ്റേഷനറി ലിക്വിഡ് ഫേസ്. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി ലിക്വിഡ് ആകാം. എക്സാമ്പിൾ വാട്ടർ ഹെൽഡ് ഇൻ സിലിക്ക ജെൽ. അപ്പോൾ സ്റ്റേഷനറി ഫേസ് മേ ബി liquid. Then mobile phase എന്ന് പറഞ്ഞാൽ an organic solvent ആണ്, flows over it. Each component in the mixture moves at a different speed based on its affinity for the two phase. അതായത് ശ്രദ്ധിക്കുക, components more soluble in the stationary phase move slower. Components more soluble in the mobile phase move faster. അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ. എന്താണ്, സ്റ്റേഷനറി ഫേസുമായിട്ടാണ് കൂടുതൽ സോലുബിൾ എങ്കിൽ സ്റ്റേഷനറി ഫേസിലാണ് കമ്പോണൻസ് കൂടുതൽ സോലുബിൾ എങ്കിൽ അവരെന്ത് ചെയ്യും, വളരെ സ്ലോ ആയിട്ട്. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാത്ത ആളല്ലേ, ഓക്കെ, അപ്പോൾ അവർ വളരെ സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. എന്നാൽ മൊബൈൽ ഫേസിലാണ് കൂടുതൽ ഡിസോൾവ് അല്ലെങ്കിൽ സോലുബിൾ ആകുന്നതെങ്കിൽ അവർ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ഈ ഒരു സ്പീഡിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കമ്പോണൻസിനെ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒരിക്കൽ കൂടി പറയുന്നു, കമ്പോണൻസ് മോർ സോലുബിൾ ഇൻ സ്റ്റേഷനറി ഫേസ് മൂവ് സ്ലോവർ ആൻഡ് ദ കമ്പോണൻസ് മോർ സോലുബിൾ ഇൻ ദ മൊബൈൽ ഫേസ് മൂവ് ഫാസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി. ഓക്കെ, പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് ബേസിൽ അല്ലെങ്കിൽ പാർട്ടീഷൻ അല്ലെങ്കിൽ സോലുബിലിറ്റിയുടെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കമ്പോണൻസിൻ്റെ റേറ്റിൻ്റെ ഡിഫറൻറ്റ് സ്പീഡാവും. അങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് എന്ത്, പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോകാം. മൂന്നാമത്തെ ടൈപ്പ് ശ്രദ്ധിക്കൂ, ടൈപ്സ് ഓഫ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി. അപ്പോൾ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി കഴിഞ്ഞിരുന്നില്ല. പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫിയുടെ ടൈപ്പാണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി, തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി ഇൻ സം കേസസ്. ചില കേസുകളിൽ തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് സോലുബിലിറ്റിയുടെ അടിസ്ഥാനത്തിലും ഉണ്ട് ചില കേസുകളിൽ. ദെൻ പേപ്പർ ക്രോമാറ്റോഗ്രാഫി, അതിൽ ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി, ഇതെല്ലാം എന്താണ്, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫിയുടെ ടൈപ്സ് ആണ്. പേപ്പർ ക്രോമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ഫേസ് വാട്ടർ ട്രാപ്ഡ് ഇൻ ദ ഫൈബേഴ്സ് ഓഫ് ദ പേപ്പർ. പേടിക്കൊന്നും വേണ്ട, വാട്ടർ ട്രാപ്ഡ് ഇൻ ദ ഫൈബേഴ്സ് ഓഫ് ദ പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പർ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് പേപ്പർ, ഇപ്പം വാട്ട്മാൻ ഫിൽറ്റർ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് പല ടൈപ്പിലുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ക്രോമാറ്റോഗ്രാഫി ടെക്നിക്സ് ചെയ്യാറുണ്ട്. ആ പേപ്പർ എന്ന് പറയുന്നത് ഫൈബറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെല്ലോസ് ഫൈബേഴ്സ് റിച്ച് ആയിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്പേസുകൾ, കുറച്ച് പൗസ് എന്ന് പറയുന്നത് ഓൾറെഡി വാട്ടർ മോയ്സ്ചറിനെയൊക്കെ ട്രാപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പൗസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ ആ പേപ്പറിനെ എന്ത് വിളിക്കുന്നത്, വാട്ടർ ട്രാപ്ഡ് ഇൻ ദ ഫൈബേഴ്സ് ഓഫ് ദ പേപ്പർ എന്ന് പറയുന്നത്. ആ പേപ്പറിൻ്റെ ഹോൾസിന് അല്ലെങ്കിൽ പൗസിന് എന്തിനൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട്, വാട്ടറിനെ ട്രാപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് സോൾവെൻറ്റ്, മൊബൈൽ ഫേസ് സോൾവെൻറ്റ്, എക്സാമ്പിൾ ആൽക്കഹോളോ ഈത്തറോ ഒക്കെ ആവാം. ദെൻ കോമൺ ഫോർ അനലൈസിങ് പിഗ്മെൻറ്റ്സ്, അമിനോ ആസിഡ്സ് എക്സെട്ര. അതാണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി, സ്റ്റേഷനറി ഫേസ് തിൻ ലെയർ ഓഫ് സിലിക്ക ഓർ അലൂമിന വിത്ത് ബൗണ്ട് വാട്ടർ. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് സോൾവെൻ്റ് ആണ്. തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി GLC, സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ ഹൈ ബോയിലിംഗ് ലിക്വിഡ് ഓൺ സോളിഡ് സപ്പോർട്ട്. മൊബൈൽ ഫേസ് ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ ഹീലിയം, ഇനേർട്ട് ഗ്യാസ് ആണെങ്കിൽ ഹീലിയം ഒക്കെ ഉപയോഗിക്കാം. യൂസ്ഡ് ഫോർ വോളറ്റൈൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫിയുടെ ആപ്ലിക്കേഷനാണ് സെപ്പറേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് അമിനോ ആസിഡ്, പെപ്റ്റൈഡ്സ്, ലിപ്പിഡ്സ്. എന്താണ് അമിനോ ആസിഡ്, പെപ്റ്റൈഡ്സ്, ലിപ്പിഡ്സ്, ഇതിൻ്റെയൊക്കെ സെപ്പറേഷൻ അനാലിസിസിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പ്യൂരിറ്റി ടെസ്റ്റിംഗ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്, അതായത് പെസ്റ്റിസൈഡിൻ്റെയും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയൊക്കെ അനാലിസിസിന് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഫ്ലേവർ കോമ്പൗണ്ട് അനാലിസിസ്, ഫ്ലേവർ മീൻസ് ഫുഡിന് കളറ്, ടേസ്റ്റ്, ഓക്കെ, പിന്നെ സ്മെല്ല്, ഇതൊക്കെ കൂടുവാൻ വേണ്ടി നമ്മൾ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഫ്ലേവർ അനാലിസിസിന് വേണ്ടി എന്ത് ഉപയോഗിക്കാറുണ്ട്, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി ഉപയോഗിക്കാറുണ്ട്.
ഓക്കെ, അവർ 2 ടൈപ്പ് ക്രോമറ്റോഗ്രാഫി കഴിഞ്ഞു. ഒന്ന് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി, 2 പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫി. അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് കേൾക്കുമ്പോഴേ ഓർത്ത് വെച്ചിരിക്കുക എന്താണ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ അഡ്ഹിയറിംഗ് കപ്പാസിറ്റിയുടെ റേറ്റ്, അഫിനിറ്റി റേറ്റ്. ഓക്കെ, അതിൻ്റെ ബേസിലാണ് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ സോലുബിലിറ്റിയുടെ റേറ്റ്. ഓക്കെ, സോലുബിലിറ്റി റേറ്റ്. സോലുബിലിറ്റി എന്നാൽ വ്യത്യസ്ത സോലുബിലിറ്റി ഉള്ളത്. കമ്പോണൻസ് മൊബൈൽ ഫേസുമായിട്ടാണ് കൂടുതൽ സോലുബിൾ എങ്കിൽ മൂവ് ഫാസ്റ്റർ. സ്റ്റേഷനറി ഫേസുമായിട്ടാണ് സോലുബിലിറ്റി കൂടുതലെങ്കിൽ സ്ലോവർ മൂവ്മെൻറ്റ്. ഓക്കെ, അതാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 2 ടൈപ്പ് ക്രോമറ്റോഗ്രാഫി കഴിഞ്ഞു. തേർഡ് വൺ, ഇറ്റ് ഈസ് അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി, IEC, അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി. അപ്പോൾ അയോൺ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിൽ ഓർമ്മ വരും കാറ്റയോൺ, ആനയോൺ. ഓക്കെ, അയൺ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിൽ വരുന്നതാണല്ലോ അത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. അയോൺ എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക, അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പവർഫുൾ ടെക്നിക് യൂസ്ഡ് ടു സെപ്പറേറ്റ് ആൻഡ് പ്യൂരിഫൈ ചാർജ്ഡ് മോളിക്യൂൾസ്. എന്താണ്? പവർഫുൾ ടെക്നിക്കാണ് സെപ്പറേറ്റ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും. എന്ത്? ചാർജ്ഡ് മോളിക്യൂൾസ്. ചാർജ്ഡ് മോളിക്യൂൾ ആയിട്ടുള്ള പ്രോട്ടീൻസ്, അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, ഇവരുടെ എല്ലാം പ്യൂരിഫിക്കേഷനും സെപ്പറേഷനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? അയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി. അപ്പം ചാർജ്ഡ് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുക. ചാർജ്, കാറ്റയോൺ, ആനയോൺ. ചാർജ്ഡ് സ്പീഷീസ് ആണ് കാറ്റയോൺ, ആനയോൺ. അയോൺ ചാർജ്ഡ് സ്പീഷീസ്. ഓക്കെ, അപ്പോൾ ചാർജ്ഡ് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? അയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി. ഓക്കെ, ശ്രദ്ധിക്കൂ, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി വർക്ക്സ് ബൈ എക്സ്ചേഞ്ചിങ് അയോൺസ് ബിറ്റ്വീൻ എ ചാർജ്ഡ് സ്റ്റേഷനറി ഫേസ് ആൻഡ് ദ അനലൈറ്റ് മോളിക്യൂൾസ് ഇൻ മൊബൈൽ ഫേസ്. അതായത് സ്റ്റേഷനറി ഫേസ്, ചാർജ്ഡ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസ്, റെസിൻ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സപ്പോർട്ടാണ്. അതിനെന്താണ്? ചാർജിനാണ്. ഇപ്പം നാച്ചുറൽ റെസിനും നാച്ചുറലും സിന്തറ്റിക്കും ഒക്കെ ആയിട്ടുള്ള വിവിധ തരത്തിലുള്ളതുകൊണ്ട് സോളിഡ് സപ്പോർട്ട് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പം എക്സ്ചേഞ്ച് അയോൺസ് ബിറ്റ്വീൻ ചാർജ്ഡ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസും അതുപോലെ തന്നെ എന്താ അനലൈറ്റ് മോളിക്യൂൾസ് ഇൻ മൂവിങ് ഫേസ്. മൊബൈൽ ഫേസിലൂടെ അനലൈറ്റ് മോളിക്യൂൾസും ചാർജ്ഡ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ചർ. മനസ്സിലായി കാണത്തില്ല, ഇത് കേട്ടുള്ളൂ. ദ സ്റ്റേഷനറി ഫേസ് കണ്ടെയ്ൻ ചാർജ്ഡ് ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു എ സോളിഡ് റെസിൻ. ഒരു സോളിഡ് റെസിനാണ്. റെസിൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് ഒരു സോളിഡ് സർഫസിനകത്ത് ചാർജ്ഡ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. പോസിറ്റീവ് ചാർജ്ഡ്, നെഗറ്റീവിൽ ചാർജ്ഡ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പുകൾ. പോസിറ്റീവ് ചാർജുള്ള ഗ്രൂപ്പ് എന്ത് ചെയ്യും? നമ്മൾ അനലൈറ്റ് എന്ന് പറഞ്ഞാൽ ആരെയാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് അവരെയാണ് അനലൈറ്റ് എന്ന് പറയുന്നത്. അനലൈറ്റിനെ മൊബൈൽ ഫേസിലൂടെ ഒഴിക്കുമ്പോൾ പോസിറ്റീവ് ചാർജ്, റെസിനിലെ പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് എന്ത് ചെയ്യും? അനലൈറ്റിൽ നെഗറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. നെഗറ്റീവ് ചാർജ് ഉള്ളവരെന്ത് ചെയ്യും? അനലൈറ്റിൽ പോസിറ്റീവ് ചാർജിനെ അറ്റാക്ക് ചെയ്യും. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോൾ സ്റ്റേഷനറി ഫേസ് കണ്ടെയ്ൻ ചാർജ്ഡ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു സോളിഡ് റെസിൻ. മോളിക്യൂൾസ് ഇൻ ദ സാമ്പിൾ വിത്ത് ഓപ്പോസിറ്റ് ചാർജസ് ബൈൻഡ് ടു ദ റെസിൻ. ഓപ്പോസിറ്റ് ചാർജ് എന്ത് ചെയ്യും? ആ റെസിനിൽ ബൈൻഡ് ചെയ്യും. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വന്ന് ബൈൻഡ് ചെയ്യും, അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, മോളിക്യൂൾസ് ആർ ദെൻ എല്യൂട്ടഡ് ബൈ ചേഞ്ചിങ് ദ pH ഓർ സോൾട്ട് കോൺസെൻട്രേഷൻ ഓഫ് ദി ബഫർ. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് എല്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആ സൊല്യൂഷൻ്റെ pH ഒന്ന് ചേഞ്ച് ചെയ്യാൻ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എല്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചേ, കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ അയൺ എക്സ്ചേഞ്ച് ആയിരിക്കും. ഒരു അയൺ എക്സ്ചേഞ്ചർ ആയിരിക്കും അവിടെ സോളിഡ് ഫേസ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസ്. കണ്ടെയ്ൻ ചാർജ്ഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു എ സോളിഡ് മെട്രിക്സ്. മോളിക്യൂൾ എക്സാമ്പിളാണ് കാറ്റയോൺ എക്സ്ചേഞ്ചർ. കാറ്റയോൺ എക്സ്ചേഞ്ചർ ശ്രദ്ധിക്കുക, കാറ്റയോൺ എക്സ്ചേഞ്ച് ആണ് SO3 - CO- ഗ്രൂപ്പ്സ് ഒക്കെ എന്ന് പറയുന്നത് കാറ്റയോൺ എക്സ്ചേഞ്ചർ ആണ്. അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ പോസിറ്റീവ്ലി ആയിട്ടുള്ള ആളുകൾ വന്ന് അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കും. ഇനി നെഗറ്റീവ്ലി ചാർജ് ആനയോൺ എക്സ്ചേഞ്ചർ ആണ് എങ്കിൽ NR3+. ഓക്കെ, ആ റെസിനിലുള്ളത് NR3+ ആണ്.
അപ്പോൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റീവ് ചാർജ് നെഗറ്റീവായിട്ടുള്ള അയോൺസ്, അനലൈറ്റിൽ നെഗറ്റീവായിട്ടുള്ള അയോൺസിന് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ക്ലിയർ? അപ്പോൾ അയോൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അയോൺ എക്സ്ചേഞ്ച് കേൾക്കുമ്പോഴേ ഓർത്ത് വെച്ചിരിക്കുക, ഒരു റെസിൻ. അയൺ എക്സ്ചേഞ്ചർ എന്ന് കേൾക്കുമ്പോൾ അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുമ്പോഴേ ഓർക്കുക, ഒരു റെസിൻ. ആ റെസിനിൽ എന്തുണ്ട്? ചാർജ്ഡ് ആയിട്ടുള്ള കുറേ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ അനലൈറ്റ് മൊബൈൽ ഫേസിലൂടെ ഒഴിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജുള്ള അനലൈറ്റ് കമ്പോണൻസിനെ അതിനകത്ത് എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ അവർ വ്യത്യസ്ത കമ്പോണൻസ് എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്തിരിക്കും. അങ്ങനെയാണ് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊബൈൽ ഫേസ് അല്ലെങ്കിൽ എല്യുവൻ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി എ ബഫർ സൊല്യൂഷൻ ആയിരിക്കും ദാറ്റ് ക്യാരിങ്സ് ദ അയോൺസ് ത്രൂ ദി കോളം. ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബഫർ സൊല്യൂഷൻ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്, വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ആസിഡ് എന്നൊക്കെ പറയത്തില്ല, അതിന് ബഫർ. ഓക്കെ, യൂഷ്വലി എ ബഫർ സൊല്യൂഷൻ ദാറ്റ് ക്യാരീസ് ദ അയോൺസ് ത്രൂ ദി കോളം. ദ കോമ്പോസിഷൻ അല്ലെങ്കിൽ pH or ionic strength can be changed to elute bound ions. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം ഓർത്താൽ മതിയാകും. ഒരു സ്റ്റേഷനറി ഫേസ് ആയിട്ടുള്ള ഒരു അയോൺ എക്സ്ചേഞ്ചർ ഉണ്ടായിരിക്കും. അത് ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിനെ അറ്റാക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് കമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ശ്രദ്ധിക്കൂ. സ്റ്റെപ്സ് ഇൻ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി. ഒന്ന്, ഇക്വിലിബ്രേഷൻ. അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി ചെയ്യുമ്പോൾ അതിനകത്തെ മേജർ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഒന്ന്, ഇക്വിലിബ്രേഷൻ. ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ദ കോളം ഈസ് പ്രിപ്പയർഡ് വിത്ത് ബഫർ അറ്റ് ദി റൈറ്റ് pH. അതായത് ആ കോളം എന്ന് പറയുന്നത് റൈറ്റ് pHലുള്ള ഒരു ബഫറുമായിട്ട് അതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെയാണ് സാമ്പിൾ ലോഡിങ്. ചാർജ്ഡ് മോളിക്യൂൾസ് ഇൻ ദ സാമ്പിൾ ബൈൻഡ് ടു ദി ഓപ്പോസിറ്റ് ചാർജ്ഡ് റെസീനുമായിട്ട് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ചാർജ്ഡ് ആയിട്ടുള്ള അനലൈറ്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? സാമ്പിൾ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്യുന്നു. മൂന്നാമത് വാഷിംഗ്. അൺബൗണ്ട് ആയിട്ടുള്ള മോളിക്യൂൾസ് ആർ വാഷ്ഡ് അവേ. അപ്പോൾ അറ്റാച്ച് ചെയ്യാത്ത മോളിക്യൂൾസ് അൺബൗണ്ട് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു? വാഷ് ഔട്ട് ചെയ്യുന്നു. ഫസ്റ്റിലെ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നു. രണ്ടാമത് എല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബൗണ്ട് മോളിക്യൂൾസ് ആർ ഗ്രാജുവലി റിലീസ്ഡ് ബൈ ഇൻക്രീസിങ് സോൾട്ട് കോൺസെൻട്രേഷൻ. ബൗണ്ട് ആയിട്ടുള്ള മോളിക്യൂൾസിനെ എല്യൂട്ട് ചെയ്താൽ അല്ലെ കളയുവാൻ വേണ്ടി വാഷ് ഔട്ട് ചെയ്യുവാൻ എന്ത് ചെയ്താൽ മതി? ഇൻക്രീസിങ് സോൾട്ട് കോൺസെൻട്രേഷൻ കൂട്ടിയാൽ മതിയാകും. അല്ലെങ്കിൽ ചേഞ്ചിങ് pH, ആ സൊല്യൂഷൻ്റെ pH ചേഞ്ച് ചെയ്താലും അത് ഇളകി പോകും. ലാസ്റ്റ് വൺ, റീജനറേഷൻ. കോളം ഈസ് ക്ലീൻഡ് ആൻഡ് പ്രിപ്പയർഡ് ഫോർ റീയൂസ്. ഓക്കെ, അപ്പോൾ ഇതാണ് അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ടൈപ്പ് ഉണ്ട്. പ്രധാനമായിട്ട് 2 ടൈപ്പ് അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി ഉള്ളത്. ഒന്ന്, കാറ്റയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി ഉണ്ട്. ഒന്നെന്താണ്? കാറ്റയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി. കാറ്റയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സ്റ്റേഷനറി ഫേസ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസ് ആണ്. അപ്പം ബൈൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ്, പ്രോട്ടീൻസ് വിത്ത് പോസിറ്റീവ് ചാർജ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത്ര ഓർത്താൽ മതി. കാറ്റയോൺ പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് റെസീൻ, കാറ്റയോൺ എക്സ്ചേഞ്ചർ. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ് റെസീൻ ആകുമ്പോൾ ഉറപ്പായിട്ടും പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കമ്പോണൻസ് വിത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് അനലൈറ്റ് പാർട്ടിക്കിൾസ് അറ്റാച്ച്ഡ് ടു. ഓക്കെ, ആനയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആനയോൺ എക്സ്ചേഞ്ച് പോസിറ്റീവ്ലി ചാർജ്ഡ് റെസീൻ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നെഗറ്റീവ്ലി ചാർജ്ഡ് സാമ്പിൾ മോളിക്യൂൾസ് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പം ദിസ് ഈസ് അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി. 2 ടൈപ്പ്, ആനയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി, കാറ്റയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, അതിൻ്റെ ആപ്ലിക്കേഷൻ. അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫിയുടെ ആപ്ലിക്കേഷനാണ് പ്രോട്ടീൻ പ്യൂരിഫിക്കേഷൻ ഉണ്ട്. വെരി കോമൺ ഇൻ ബയോകെമിസ്ട്രി ലാബ്സ്. ബയോകെമിസ്ട്രി ലാബിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് പ്രോട്ടീൻ പ്യൂരിഫിക്കേഷൻ. അതിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉണ്ട്, റിമൂവിങ് കാൽഷ്യം മഗ്നീഷ്യം അയോൺസ്. ദെൻ അമിനോ ആസിഡ് സെപ്പറേഷൻസ് ഉണ്ട്, DNA RNA പ്യൂരിഫിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? എന്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്? നമ്മുടെ അയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫിയുടെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ആദ്യത്തെ ക്ലാസിഫിക്കേഷനിലെ 4ാമത്തെ ആൾ, ദാറ്റ് ഈസ് molecular exclusion chromatography. First classification on the basis of solute particle, interaction of solute into the stationary phase. ഏതൊക്കെയാണ്? 4, absorption, partition,
അയൺ എക്സ്ചേഞ്ച് ആൻഡ് മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി. അതല്ലേ ലാസ്റ്റ് മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫിയെ കുറിച്ച് പഠിക്കാം. മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി ഓൾസോ നോൺ ആസ് സൈസ് എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി. ഓൾസോ നോൺ ആസ് സൈസ് എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി. അപ്പം ശ്രദ്ധിക്കേ, മറ്റൊരു പേര് പല തവണ ചോദിച്ചിട്ടുണ്ട്. മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് കേൾക്കുമ്പോഴേ മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് കേൾക്കുമ്പോഴേ ഓർത്ത് വെച്ചിരിക്കുക, അതിൻ്റെ മറ്റൊരു പേരാണ് സൈസ് എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി. ഓർത്ത് വെച്ചിരിക്കുക, അതിൻ്റെ മറ്റൊരു പേരാണ് ജെൽ ഫിൽട്രേഷൻ ക്രോമറ്റോഗ്രാഫി. മൂന്നും ഒരാളാണെന്ന് ഓർക്കുക, ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി തന്നെയാണ് സൈസ് എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി, അത് തന്നെയാണ് ജെൽ ഫിൽട്രേഷൻ ക്രോമറ്റോഗ്രാഫി. ഓക്കെ, അപ്പോൾ ഇതിന് ഓർത്ത് വെച്ചിരിക്കുക ഇത്രയേ ഉള്ളൂ. മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്, it is also known as size exclusion, gel filtration, is a technique used to separate molecules based on their size, okay, and sometimes shape, not their chemical properties like charge or hydrophobicity. അപ്പോൾ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ചാർജോ ഹൈഡ്രോഫോബിസിറ്റി എന്ന് പറഞ്ഞാൽ ഫോബി എന്ന് പറഞ്ഞാൽ പേടി, ഓക്കെ, ഫോബിസിറ്റി എന്ന് പറഞ്ഞാൽ ചിലർ വാട്ടറെ കാണുമ്പോൾ റിപ്പൽ ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഉള്ള കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇവിടെ. മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്യുവർലി കമ്പോണൻസിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സംടൈംസ് ഷേപ്പ്. ഓക്കെ, അതുകൊണ്ടാണ് സൈസ് എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി, ജെൽ ഫിൽട്രേഷൻ. ഫിൽട്ടർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത് എന്തിനാ? വലിയ പാർട്ടിക്കിൾസ് അതിൽ കിടക്കും, താഴെയുള്ളത് ബാക്കിയുള്ളവർ പോകും. സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫിൽട്രേഷൻ ഓർ തരുന്നാൽ മതി. ഓക്കെ, അതാണ് മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി. മറ്റൊരു പേര് സൈസ് എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി, മറ്റൊരു പേര് ജെൽ ഫിൽട്രേഷൻ ക്രോമറ്റോഗ്രാഫി. ഓക്കെ ആണല്ലോ, ഇത് മൂന്നുമാണ് നമ്മൾ ഇവിടെ മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫിയുടെ മറ്റൊരു പേര്. അപ്പോൾ ഇവിടെ അതിൻ്റെ വർക്ക്സ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ദ ക്രോമറ്റോഗ്രാഫിക് കോളം ഈസ് പാക്ഡ് വിത്ത് പോറസ് ബീഡ്സ്. ക്രോമറ്റോഗ്രാഫിക് കോളം എന്ത് ചെയ്യുന്നു? ഒരുപാട് പോർസ് ഉള്ള ഒരു ബീഡ്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, യൂഷ്വലി മെയ്ഡ് ഓഫ് ഡെസ്ട്രാക്ടൈൻ, ദെൻ അഗറോസ് ഓർ പോളിഅക്രിലമൈഡ്. യൂഷ്വലി നമ്മൾ പോറസ് ബീഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഡെക്സ്ട്രാനെയും അഗറോസിനെയും പോളിഅക്രൈലമൈഡിനെയും ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഒരു ക്രോമാറ്റോഗ്രാഫിക് കോളം പാക്ഡ് വിത്ത് പോറസ് ബീഡ്സ്. ദെൻ ആസ് ദ സാമ്പിൾ മിക്സ്ചർ ഈസ് പാസ്ഡ് ത്രൂ ദി കോളം, എന്ത് ചെയ്യുന്നു? ആ കോളത്തിലൂടെ അനലൈറ്റിന് നമുക്ക് ആരെയാണോ കമ്പോണൻറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ മിക്സ്ചറിനെ എന്ത് ചെയ്യുന്നു? മുകളിലൂടെ ഒഴിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ലാർജർ മോളിക്യൂൾസ് കനോട്ട് എൻറ്റർ ദി പോർസ് ആൻഡ് ദ എല്യൂട്ട് ഫസ്റ്റ്. നമ്മൾ പറഞ്ഞു എടുത്തിരിക്കുന്ന സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ പോറസ് ആണ്, അതിനകത്ത് ഫുൾ ടൈനി സ്പേസസ് പോർസ് ആണ്. പോർസ് എന്ന് പറഞ്ഞാൽ ദ്വാരങ്ങൾ, സുഷിരങ്ങളാണ്. ഓക്കെ, അപ്പം ചെറിയ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ആ പോർസിനകത്ത് വന്നങ്ങ് അറ്റാച്ച് ചെയ്തിരിക്കും. ഓക്കെ, ആ പോർസിൽ കയറാൻ പറ്റാത്ത രീതിയിൽ വലിയ പാർട്ടിക്കിൾ അതിനകത്ത് കയറുമോ? ഇല്ല, അവരെന്ത് ചെയ്യും? എല്യൂട്ട് ഫാസ്റ്റ്, പെട്ടെന്ന് അവരെ മൂവ് ചെയ്ത് കളയും. എന്നാൽ ചെറിയ പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞവരെന്ത് ചെയ്യും? ആ പോർസിനകത്ത് കയറിയിരിക്കും. അപ്പോൾ അവരുടെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. ഇതാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ. മനസ്സിലായോ? അപ്പം ആസ് ദ സാമ്പിൾ മിക്സ്ചർ ഈസ് പാസ്ഡ് ത്രൂ ദി കോളം, ലാർജ് മോളിക്യൂൾസ് കനോട്ട് എൻറ്റർ ദി പോർസ് ആൻഡ് ദസ് എല്യൂട്ട് ഫസ്റ്റ്. ഓക്കെ, ലാർജ് മോളിക്യൂൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ പോർസിൽ ഇരിക്കാൻ പറ്റാത്ത ഫസ്റ്റ് എല്യൂട്ട് ചെയ്ത് അങ്ങ് പോകും. ദെൻ സ്മോളർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? എൻറ്റർ ദി പോർസ് ആൻഡ് ടേക്ക് എ ലോങ്ങർ മോർ കൺവല്യൂട്ടഡ് പാത്ത് എല്യൂട്ടിങ് ലേറ്റർ. എന്ത് ചെയ്യും? പോർസിനകത്ത് സ്മോളർ പാർട്ടിക്കിൾസ് പോർസിനകത്ത് വന്നിരിക്കും. മോർ കൺവല്യൂട്ടഡ് പാത്ത്, അതായത് പാത്ത് വളരെ വലുതായിരിക്കും. എല്യൂട്ട് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. ഓക്കെ, ഇതാണ് സൈസ് എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷനാണ് പ്രോട്ടീൻ പ്യൂരിഫിക്കേഷൻ, especially to remove aggregates or separate monomers from multimers. Then molecular weight estimation of unknown proteins or polymers, buffer exchange or desalting. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയുമാണ് ആദ്യത്തെ 4 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 ക്ലാസിഫിക്കേഷൻ ഇന്ന് നിർത്താം, തീർന്നിട്ടില്ല. ഇനിയും ക്ലാസിഫിക്കേഷൻ ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സ് ഇനി വിശദമായിട്ടുണ്ട്, പഠിക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം, എന്താണ് ക്രോമാറ്റോഗ്രാഫി? മിക്സ്ചറിൽ നിന്ന് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു സിമ്പിൾ ടെക്നിക്ക്. ഓക്കെ, ആദ്യമായി കൊണ്ടുവന്നത് മിഖേൽ സ്വെറ്റ് ആണ്. എന്തിലാണ് പരീക്ഷിച്ചത്? പ്ലാന്റ് പിഗ്മെൻറ്റ്സിലാണ്. എന്തുകൊണ്ടാണ് ക്രോമാറ്റോഗ്രാഫി എന്ന് പേര് കൊടുത്തത്? കളർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ്, അതുകൊണ്ട് ക്രോമാറ്റോഗ്രാഫി എന്ന് പേര് കൊടുത്തു. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ നമ്മൾ പറഞ്ഞു കുറച്ച് ബേസിക് ആയിട്ടുള്ള ടൈം. സ്റ്റേഷനറി ഫേസ് ഉണ്ട്, മൊബൈൽ ഫേസ് ഉണ്ട്. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട്, ഒരു സോളിഡ് സർഫസിൽ കോട്ട് ചെയ്തിരിക്കുന്നതാണ് സ്റ്റേഷനറി ഫേസ്. ആ സോളിഡ് സർഫസിനെ സപ്പോർട്ടിംഗ് മീഡിയം എന്ന് വിളിക്കും. അതിലൂടെ മൂവ് ചെയ്യുന്ന സോൾവെൻ്റ് അല്ലെങ്കിൽ ഗ്യാസ് ആണ് എന്ത്? മൊബൈൽ ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എല്യൂവൻ്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫേസ് തന്നെയാണ്. എല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ മൂവ്മെൻറ്റ് ഓഫ് മൊബൈൽ ഫേസ്, മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻ്റ് ഓവർ ദി സ്റ്റേഷനറി ഫേസ്. ഓക്കെ, അപ്പോൾ എല്യൂഷൻ ടൈം ഷോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. എല്യൂഷൻ ടൈം ലോങ്ങർ എന്ന് പറഞ്ഞാൽ എന്താ? മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ കുറച്ച് അല്ലാത്ത വേർഡ്സ് പറഞ്ഞു, അഡ്സോർപ്ഷൻ, നോർമൽ ഫേസ്, റിവേഴ്സ് ഫേസ് ഒക്കെ പറഞ്ഞു. അതും അത്യാവശ്യം ഓർത്ത് വെച്ചിരിക്കുക. ദെൻ നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ടു ദി സ്റ്റേഷനറി ഫേസ്. സൊല്യൂട്ടും സ്റ്റേഷനറി ഫേസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ഓക്കെ, അവരുടെ ഇൻട്രാക്ഷൻ്റെ ബേസിൽ പ്രധാനമായിട്ട് 4 തരംതിരിക്കാം. ഏതൊക്കെയാണ്? 1 അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫി, 2 പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി, 3 അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫി, 4 മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രാഫി. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫിയിൽ എന്താണ്? സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അഡ്സോർബ് ചെയ്യുന്ന ടെൻഡൻസിക്ക് വ്യത്യാസം. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അഡ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റിയിലുള്ള വ്യത്യാസത്തിലാണ് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫിയിലോ സോലുബിലിറ്റിയിലുള്ള വ്യത്യാസമാണ്. മോർ സോലുബിൾ ഇൻ മൊബൈൽ ഫേസ് ആണെങ്കിൽ ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യും, മോർ സോലുബിൾ ഇൻ സ്റ്റേഷനറി ഫേസ് ആണെങ്കിൽ സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. മൂന്നാമത് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫിയിൽ എന്താണ്? ഒരു പോസിറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള റെസിൻ എടുക്കുകയാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ നെഗറ്റീവിലായിട്ടുള്ള അനലീറ്റ് പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും. ദെൻ നെഗറ്റീവിലാണെങ്കിൽ ഓപ്പോസിറ്റ് ചാർജിനുള്ളതിനെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ സൈസ് എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രാഫിയാണ് അല്ലെങ്കിൽ ജെൽ ഫിൽട്രേഷൻ ക്രോമാറ്റോഗ്രാഫിയാണ്. അനലൈറ്റിനെ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മോളിക്യൂൾസ് അല്ലെങ്കിൽ വലിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ എല്യൂട്ട് ഫാസ്റ്റ്, സ്മോളർ പാർട്ടിക്കിൾസ് ആണ് എങ്കിൽ പോർസിനകത്ത് വന്നിരിക്കും, അവർ എല്യൂട്ട് സ്ലോലി. ഓക്കെ, സോ ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓൾ ദീസ് 4 ക്രോമാറ്റോഗ്രാഫി. അപ്പോൾ ഇത്രയുമാണ് ക്രോമാറ്റോഗ്രാഫി ടെക്നിക്സിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ആ ക്ലാസിഫിക്കേഷനിൽ 4 പേരെ മറക്കണ്ട. ഓക്കെ, സോ റിമൈനിങ് പോർഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായി പഠിക്കുക. താങ്ക് യു.